ഇന്നത്തെ ദിവസം ജനുവരി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്നാവേണ്ട ആൾക്കാർ നമ്മളെ ലൈഫ് മെച്ചപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലായിരിക്കും ആൾക്കാർ റെസൊല്യൂഷൻസ് എടുത്തത് നടപ്പിലാക്കാനും എല്ലാം കൂടിയായിട്ടൊരു ലഹളപ്പാട് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഈ 2024 ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാണ്ടാണ് 2024 കടന്നത്. റെസൊല്യൂഷൻസോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മൂഡ് സിങ്സ് എന്ന് പറയുമ്പം ചില ആൾക്കാർ വിചാരിക്കും അതൊക്കെ ഇപ്പം എന്തെന്ന് വിചാരിക്കും. പക്ഷേ അത് എത്ര നമ്മൾ ഒരാളോട് പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും അത് പൂർണ്ണമായിട്ട് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു നമ്മളെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് കരയും, വെറുതെ ഒരു കാര്യമില്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ സങ്കടപ്പെടുക. എന്താണ് അത് സങ്കടപ്പെടുന്നതിന് എന്താണെന്ന് ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കും, എന്തിനാണ് വെറുതെ ഇങ്ങനെ കരയണത്, എന്തിനാണ് സങ്കടപ്പെടുന്നത്, കാര്യം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളടുത്ത് ഉത്തരം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കടന്നു പോയത്. അപ്പോൾ ഇന്നിപ്പോൾ 1-ാം തീയതി ആയതിൻ്റെ ആ ഒരു ഉഷാറുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് റിക്കവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇത് പറഞ്ഞിങ്ങനെ ഇരിക്കാനും പറ്റില്ല. നമുക്ക് എന്തായാലും അത് ബ്രേക്ക് ചെയ്ത് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അധികം പറഞ്ഞ് നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്, എല്ലാം പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു കൊല്ലം, പുതിയൊരു തുടക്കം. ഇന്ന് 1-ാം തീയതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അവനവന് വേണ്ടി ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും പുതിയ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, റെസൊല്യൂഷൻ എടുക്കുമ്പം തന്നെ നമുക്ക് അറിയാം ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് നമ്മളെ ലൈഫ് മാറ്റി മറിച്ചെടുക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ റെസൊല്യൂഷൻസ് എടുത്ത ആൾക്കാരിൽ ഇപ്പോൾ ഒരു 90% ആൾക്കാരും റെസൊല്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു 8% ആൾക്കാരെ ആ ഒരു റെസൊല്യൂഷൻ പൂർത്തിയാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മളൊരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണല്ലേ, ഒരു ത്വരയാണ്. നന്നാവണം, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ത്വരയാണ്. ഒരു 10-15 റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് അതൊക്കെ നടപ്പിലാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ലൈഫിലൊരു മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മളെ ലൈഫിൽ, ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ചിന്തിക്കാം. നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും ആസ്വദിച്ചില്ല എന്നുള്ള ആ ഒരു തോന്നലാണ് കൊല്ലാവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം ആൾക്കാർക്കും ഉണ്ടാവില്ലേ. പിന്നെ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഗിൽറ്റി ഫീലായിരിക്കും. ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സമയം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് എനിക്കൊന്നും നേടിയെടുക്കാനോ ഒന്നും നമുക്ക് ആസ്വദിക്കാനോ ഒന്നും പറ്റിയില്ല എന്നുള്ള ആ ഒരു തോന്നലിൻ്റെ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്രത്തോനെ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കാനുള്ള ആ ഒരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഈ ന്യൂ ഇയർ ആവാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂ ഇയർ ആവാനുള്ള ആ ഒരു ഇതിലേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവനവന് വേണ്ടി ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനവന് വേണ്ടിയിട്ട് വേണ്ട സമയത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഈ പുതിയ വർഷത്തിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം, ഉപയോഗപ്പെടുത്താൻ പറ്റണം, ആ ഒരു സമയം ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്നുള്ളതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ടാസ്ക്കായിട്ട് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ആ ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ, എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ടാസ്ക് കൂടെ വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാനിപ്പോൾ വിചാരിക്കണത് ഈ ഒരു ജനുവരി മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ലൈഫിലുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെ സാഹചര്യങ്ങളൊക്കെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമായിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ദിവസം ഓരോരോ ടാസ്കുകളായിട്ട് ചെയ്ത് തീർക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മുതൽ കാര്യങ്ങളൊക്കെ തുടങ്ങി. 1-ാം തീയതി ആയപ്പോഴത്തേക്ക് തന്നെ കുറേ ഡീക്ലട്ടറിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അപ്പോൾ ഇതൊരു മിനി വ്ളോഗ് പോലെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ 31-ാം തീയതി ഇതുപോലെ കുട്ടികളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പുറത്തത്തെ ഫുഡൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ റെഡിയാക്കി, നമ്മളെ മിക്സ് വാങ്ങാൻ കിട്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ഏട്ടൻ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടത്. അങ്ങനെ 12 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളിതാ കേക്കൊക്കെ മുറിച്ച് മക്കൾ 2 ഉറങ്ങിയിട്ട്, അപ്പോൾ ഓരെ വിളിച്ച്
ചെയ്യിപ്പിച്ച് രണ്ടാളും കേക്കൊക്കെ മുറിച്ച് അങ്ങനെ. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, അമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് ഈ ഒരു കൊല്ലമായപ്പോഴത്തേക്കും അമ്മ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പോൾ ആ ഒരു നഷ്ടം, അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ആ ഒരു സ്ഥാനം എത്താൻ വേണ്ടിയിട്ട് വേറെ ഒന്നുകൊണ്ടും പറ്റില്ലല്ലോ, അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ അമ്മ ഈ പ്രാവശ്യം ഈ കൊല്ലം ഞങ്ങളെ കൂടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഇതാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളെന്നൊന്നും പറയാനില്ല. എന്നാലും ഇതാ കേക്കൊക്കെ മുറിച്ച് ന്യൂ ഇയർ അങ്ങോട്ട് ഞങ്ങൾ ആഘോഷിച്ച് 2024 അങ്ങോട്ട് വരവേറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. 2024 എല്ലാവർക്കും വിചാരിച്ച പോലെ കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇനിയുമൊക്കെ എന്തായാലും പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെ സജഷൻസും വീഡിയോൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ അനുസരിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. അടിപൊളിയായിട്ട് ഈ ഒരു കൊല്ലം എല്ലാവർക്കും നല്ലൊരു കൊല്ലമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.